ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു ലൈവ് ഓപ്ഷൻ ബൈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി 20,650 കോൾ ഓപ്ഷൻ 350 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 144.50 ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ 12.50 ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. അതിന് കറണ്ട്ലി ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 8 പോയിന്റ്സും ടാർഗറ്റ് എന്ന് പറയുന്നത് 21 പോയിന്റ്സ് ആണ്. നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഡേ ഹൈ ബ്രേക്ക്ഔട്ട് ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തു. ഇതിനൊക്കെ ഒരു സെല്ലിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഓക്കെ, ഈ ഒരു ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ആ ഒരു സെല്ലിംഗ് വന്നെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിഫ്റ്റിയിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് ആ ഒരു ക്യാൻഡിൽ ഹയർ ലെവൽസിൽ ഇന്നിൻ്റെ ക്ലോസ് ചെയ്തു. ദെൻ അഗെയിൻ അവിടുന്ന് ഒരു ഹയർ സൈഡിലേക്ക് മൊമെൻറ്റ് തന്നു. ഈ ഒരു മൊമെൻറ്റ് ഒരു 70% ഓഫ് ദ സെല്ലിംഗ് ഫസ്റ്റ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു മൊമെൻറ്റം ഈ ഒരു രീതിയിൽ പ്രൈസ് ആക്ഷൻ ബിൽഡ് ചെയ്ത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ളതൊരു എക്സ്പെക്റ്റേഷനാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. തന്നെ ഈ ഒരു സെല്ലിംഗ് വന്നു. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഒരു ഹാമർ എന്ന് തോന്നുന്ന ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഫോം ചെയ്തത്. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ എൻഗൾഫിംഗ് ക്യാൻഡിൽ അതും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു ഏരിയ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഒരു പൊട്ടൻഷ്യലി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് കൺഫേം ആണ് ആ ഒരു ഏരിയ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രൈസ് ബിൽഡപ്പ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു പ്രൈസ് ബിൽഡപ്പ് ആണ് നമുക്ക് പിന്നീട് വേണ്ടിയിരുന്നത്. അതിനു വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു. ദെൻ അഗൈൻ നമുക്കൊരു ലോവർ ഹൈ ക്രിയേഷനിൽ നമുക്ക് ഇവിടെ ഒരു ബിൽഡപ്പ് കാണാൻ സാധിച്ചു. ദെൻ അഗൈൻ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഈ ഒരു ഹാമർ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻട്രാഡേ ഹൈക്ക് അകത്ത് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് തന്നെയാണ് പ്രൈസ് ആ ഒരു രീതിയിൽ ബിൽഡപ്പ് ചെയ്തത്. അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടും എന്നുള്ളതായിരുന്നു എക്സ്പെക്ടേഷൻ. അതിന് വേണ്ടിയാണ് ട്രേഡ് ചെയ്തത്. ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് കിട്ടി. അതുപോലെ ഒരു പ്രൈസ് ബിൽഡപ്പ് നമുക്ക് അവിടെ കിട്ടി. ഈ ഒരു കാര്യങ്ങൾ കൂടെ മാർക്കറ്റ് സെന്റിമെന്റ് പോസിറ്റീവ് ആണ്. ആ ഒരു കാര്യങ്ങൾ കമ്പൈൻ ചെയ്തപ്പോൾ വീണ്ടും അഗൈൻ ഇവിടുത്തെ ഒരു മൊമെന്റം വരും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റിന് വേണ്ടി. നമുക്കിവിടെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയി, ബട്ട് നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് 1:3 അച്ചീവ് ആയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹയർ ലെവൽസിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ റിസ്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് കുറച്ചുകൂടി മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്കൊന്ന് ട്രെയിൽ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രെയിൽ ചെയ്യാം. നമ്മൾ ട്രെയിൽ ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് എത്രയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ്. ഇനി റിവേഴ്സൽ വരികയാണെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിരുന്ന ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആവണം. ഓക്കെ, ഇവിടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്തു. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. കണ്ടിന്യൂസ് ഒരു 3 ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1:5 എങ്കിലും അച്ചീവ് ആവും. ഓക്കെ, ബട്ട് ഈ ഒരു ക്യാൻഡിൽ റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് വേണ്ടിയിരുന്ന ആ ഒരു ടാർഗറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഇതൊരു ട്രൈ ആണ്. കാരണം ഈ ഒരു ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ഡേയ്സിൽ നമ്മൾ ട്രൈ ചെയ്യണം. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ലോങ് ടൈമിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഒരു പക്ഷെ നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, അതായത് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് മേ ബി കുറച്ച് താഴേക്ക് വന്ന് പ്രീമിയം താഴേക്ക് വന്ന് അഗെയിൻ ഒരു ഹയർ ലെവൽസിലേക്ക് മൊമെൻറ്റം മേ ബി തരാം. ബട്ട് നമ്മുടെ ഈ ഒരു റിസ്കിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് കണ്ടിന്യൂഷൻ 3 ക്യാൻഡിലാണ് എക്സ്പെക്റ്റഡ്. മേ ബി ലാസ്റ്റ് മിനിറ്റിൽ ഒരു ബുള്ളിഷ്നെസ് ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ വരാം.
അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, ബട്ട് നോ പ്രോബ്ലം. നമ്മുടെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേണ്ട ടാർഗറ്റ് അച്ചീവ് ആവുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ട്രേഡിൽ. ഓക്കെ, സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്ന ആ ഒരു പോയിന്റ് ഹിറ്റായി. സോ 1:3 നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. ബട്ട് ഇന്നൊരു നല്ലൊരു ലെവൽസിൽ പ്ലാൻ ചെയ്തിരുന്നു, ബട്ട് ആ ഒരു മൊമെൻറ്റം, ആ ഒരു സ്പീഡിലുള്ള മൊമെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടിയില്ല. ബട്ട് കുഴപ്പമില്ല, മേ ബി ഇനി ഹയർ ലെവൽസിലേക്ക് മൊമെൻറ്റം ചെയ്തേക്കാം. ബട്ട് നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ആ റിസ്കിനെ മാനേജ് ചെയ്ത് നമുക്ക് വേണ്ട ടാർഗറ്റ് നിന്ന് നമുക്ക് ഇവിടെ കിട്ടി. സോ ഈ ഒരു ട്രേഡിൽ ഏതാണ്ട് 50,000 ആണ് നമുക്ക് മാർജിനായി വന്നത്. സോ അതിൻ്റെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15% ROI നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. സോ വെരി ഗുഡ് ട്രേഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.